ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് കുരുമുളകിൻ്റെ ഹാർവെസ്റ്റിംഗ് ഡേറ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല. കാരണം കുരുമുളക് പൊട്ടിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കലും അതൊന്നും സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണേ, അതുകൊണ്ടൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ്. ഈ മാവ് വലിയ മാവായിരുന്നു കേട്ടോ, നിറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു. ആ ഔട്ട് ഹൗസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അതിൽ നിറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു. ഞാൻ ഈ കാണുന്ന ചെറിയ ചെറിയ മരത്തിലൊക്കെ ഞാൻ കുരുമുളകിൻ്റെ വള്ളി പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് പിടിച്ച് കിട്ടിയാൽ നന്നായി ഉണ്ടാവും. ഇത് ബട്ടറിൻ്റെ മരം കേട്ടോ, ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല. വലിയ മരമൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല. ഈ കാണുന്നത് കുരുമുളകിൻ്റെ കൊടപ്പുളി എന്ന് പറയുന്നതിൻ്റെ മരം കേട്ടോ, പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഉമ്മയുടെ വീട്ടിൽ നിറച്ചും കായ്ക്കാറുണ്ടേ. അങ്ങനെ ഈ കുരുമുളക് പൊട്ടിക്കലും വീഡിയോ എടുക്കലും രണ്ടും കൂടി നടക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഈ കുരുമുളകൊക്കെ പിടിപ്പിച്ചത് എൻ്റെ ഉമ്മ കേട്ടോ. ഉമ്മ ഈ വീട് താമസം കഴിഞ്ഞ സമയത്ത് ഉമ്മയാണ് എല്ലാം നനച്ചുണ്ടാക്കിയത്. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ചെടികൾ മാത്രമേ ഉള്ളൂ മുമ്പായിട്ടുള്ള. ഇതെൻ്റെ ഔട്ട് ഹൗസാണേ. ഇവിടെ എൻ്റെ വീട്ടിലെ രണ്ടാൾക്കാരുണ്ട്, മണിയും കുമാരിയും. അവർ അവിടെ താമസിക്കുന്നത്. ഇത് മുറിച്ച മാവാണ്. ഇതും പിന്നെ മുറിച്ചിട്ടൊന്നുമില്ല. ഇതിൽ നിറച്ചും കുരുമുളക് ഉണ്ടായിട്ടുണ്ട്. ഇത് ഉയരത്തുള്ളതൊന്നും നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് എനിക്ക് പറ്റുന്നതാണ് ലാഡർ വെച്ച് ഞാൻ പൊട്ടിച്ചത്. ഇതെൻ്റെ വേപ്പിൻ്റെ മരമാണേ, പക്ഷെ ഉണങ്ങി വരുന്ന മട്ടാണ്, എന്താണെന്ന് അറിയില്ല, ഉണങ്ങിയിട്ട് വരികയാണ്. പിന്നെ മുളകും തൈ ഒന്നും പറയണ്ടാകും, അതും ഉണങ്ങി ആകെ ഇതായിട്ടുണ്ട്. അതുപോലെ ഇത് പട്ടയുടെ മരാട്ടോ, ഇതിനെന്താ പറയുക എന്നൊക്കെ ഇതിലും കുരുമുളക് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുമ്പാരത്തുള്ളൊരു മാവാണ്. അതിൽ പിന്നെ ഉമ്മ പണ്ടേ ചെയ്ത് വെച്ചാൽ കേട്ടോ. ചെറിയ വള്ളി പടർപ്പൊക്കെ കാണുന്നത് അത് ഞാൻ വെച്ചതും, വലിയ മരത്തിന്മേൽ കാണുന്നതെല്ലാം എൻ്റെ ഉമ്മ വെച്ചതാണ്. എന്നിട്ട് അതിൽ നിന്ന് തന്നെ അങ്ങനെ വലിയ വലിയ വള്ളികളായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ വേറെ കൊണ്ടുപോയി കുഴിച്ചിടുന്ന കേട്ടോ. ഇതൊക്കെ ഞാൻ കുഴിച്ചിട്ടതാണ്. ഇതെല്ലാം പിടിച്ചിട്ടുണ്ടേ. പിടിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ട്, നിറച്ചും കായ്ക്കും. കുരുമുളകിൻ്റെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇത് ഒരു കുരുമുളക് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാൻ ഇന്ന് വെറുതെ ഒന്ന് പോയി നോക്കിയപ്പോൾ അതില്ല. അതിൻ്റെ ചുറ്റോറം ചെടികളൊക്കെ ആയതുകൊണ്ട് ഞാൻ അത് നനക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് അതങ്ങനെ വാടിപ്പോയിട്ടോ. അങ്ങനെ കുറേ കുരുമുളക് വള്ളികളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. ഇതിലൊന്നും അധികം ഉണ്ടായിട്ടില്ല. ഈ മരത്തിന്മേൽ നിറച്ചുണ്ടായിരുന്നു കേട്ടോ ഈ മാവുമ്മ. പക്ഷേ ഒരു അനിയുടെ മരം മുറിക്കാൻ വേണ്ടിയിട്ട് പണിക്കാർ കയറിട്ട് വലിച്ച് കെട്ടിയതാണ്. അതോടുകൂടി അതിന്മേൽ ഉണ്ടായിരുന്ന കുരുമുളകെല്ലാം കരിഞ്ഞു പോയി ഗൈസ്. ഇതിൽ എനിക്ക് എത്തണോടത്തോളം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. എത്താത്തോടത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അത് ഉണങ്ങി വീഴുന്നല്ലാതെ വേറെ വഴിയില്ല. ലാഡറിൽ വെച്ച് പൊട്ടിക്കാൻ കയറുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അങ്ങനെ മാക്സിമം ഞാൻ പൊട്ടിച്ച് എടുത്ത കുരുമുളകാണ് ഗൈസ്. ഇത് ഇനിയിപ്പോൾ ഉണങ്ങിയാൽ ഒരു ചെറിയ കുപ്പിക്കേ ഉണ്ടാവുള്ളൂ, കാരണം കുറേ ഉണ്ടാവുമെന്ന് കരുതും. പക്ഷെ പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ വെക്കുക.